പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. വയനാട്ടിലേക്ക് തന്നെയാണ്. വയനാട് ഇന്ന് അവിടെ ജനകീയ തെരച്ചിലായിരുന്നു. ഇന്നും ചില ശരീരഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പരപ്പംപാറ എന്ന് പറയുന്ന മേഖലയിലാണ് കണ്ടെത്തിയത്. ഇന്നും അത് ഇപ്പോഴും അവിടെ തെരച്ചിൽ തുടരുകയാണ്. അതടക്കം ഒരുപാട് വാർത്തകളുള്ള ദിവസം കൂടിയാണ്. നോക്കാം പ്രധാന വാർത്തകൾ. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ നടത്തിയ ജനകീയ തെരച്ചിലിൽ പരപ്പൻപാറയിൽ വീണ്ടും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. കാന്തൻപാറയ്ക്ക് താഴെയാണ് ഈ പ്രദേശം. പുഴയുടെ സമീപത്ത് നിന്ന് 2 കാലുകൾ ഉൾപ്പെടെയാണ് കിട്ടിയത്. അതിനിടെ മുണ്ടക്കൈക്ക് സമീപം അട്ടമലയിൽ പുലി ഇറങ്ങി. നാട്ടുകാർ ശബ്ദമുണ്ടാക്കിയതോടെ പുലി ഓടി മറയുകയായിരുന്നു എന്ന് പ്രദേശവാസികൾ പറഞ്ഞു. സജോ ദേവസ്യ മുണ്ടക്കൈയിൽ ചേരുന്നു. സജോ, ഈ മേഖലയിലൊക്കെ ഒരിക്കൽ പരിശോധന നടത്തിയതല്ലേ? അവിടെ വീണ്ടും ആഴത്തിൽ പരിശോധന നടത്തുമ്പോൾ വീണ്ടും ശരീരഭാഗങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇനിയും ഏതേത് മേഖലകളിൽ എന്തൊക്കെയാണ് എന്നറിയാത്ത വലിയ വേദന അവിടെ ചൂഴ്ന്നു നിൽപ്പുണ്ട്. സജോ. ഹാഷ്മി, ഉറപ്പായും അതുകൊണ്ട് തന്നെയാണ് ആളുകൾ വീണ്ടും ഈ മേഖലകളിലെല്ലാം വീണ്ടും സജീവമായി തന്നെ തിരച്ചിലിനിറങ്ങുന്നത്. പലതവണ പരിശോധിച്ച സ്ഥലങ്ങളിലൊക്കെയും ഇവിടെ നിന്ന് വന്ന പ്രാദേശികമായി സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിയ ആളുകൾ, അതായത് ഈ ദുരന്തത്തെ മറികടന്ന് നിലവിൽ വിവിധ ഇടങ്ങളിലായി ഉള്ളവർ ക്യാമ്പുകളിലും ചിലർ സ്വന്തം ബന്ധുവീടുകളിലുമൊക്കെയാണ്. അവിടെയുള്ള മനുഷ്യർ മറ്റും അവിടെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്നതിന് ശേഷം പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലൊപ്പം സന്നദ്ധ പ്രവർത്തകർ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർക്ക് കൂടുതൽ സംശയം തോന്നിയ ഇടങ്ങളിലൊക്കെ പരിശോധന ഇനിയും ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് കാന്തൻപാറയ്ക്ക് സമീപമുള്ള കുറച്ചുകൂടി താഴ്ഭാഗത്തുള്ള പരപ്പൻപാറ എന്ന സ്ഥലത്ത് പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ സന്നദ്ധ പ്രവർത്തകർ പരിശോധന നടത്തുകയാണ്. ശരീര ഭാഗങ്ങൾ ലഭിച്ചത് അത് ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയും ചെയ്യുന്നുണ്ട്. ആ മേഖല, അതായത് കഴിഞ്ഞ ദിവസവും ആ മേഖലയിൽ നിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അതായത് കൂടുതൽ വലിയ ഒഴുക്ക് താഴേക്കുണ്ടായ ഒരു പ്രദേശം കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങോട്ടേക്ക് കൂടുതൽ ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ ആളുകൾ പറഞ്ഞൊരു സ്ഥലം കൂടിയാണ്. അതായത് യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ ഔദ്യോഗിക കണക്ക് പരിശോധിച്ചാൽ 130ഓളം ആളുകളെ കണ്ടെത്താനുണ്ട്. അത് യഥാർത്ഥത്തിൽ കൃത്യമായ കണക്ക് കൂടി പ്രസിദ്ധീകരിക്കപ്പെട്ടാൽ അത് എത്രയോ ഉയരത്തിലായിരിക്കും, എത്രയോ ഉയർന്ന നമ്പർ ആയിരിക്കുമെന്ന് നമുക്ക് തന്നെ അറിയാം. അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഇതിനിടെ ഈ പ്രദേശത്ത് അട്ടമല ഭാഗത്തൊരു പുലി ഇറങ്ങി അവിടെ ഒരു പശുവിനെ ആക്രമിച്ചു. അവിടെയുള്ള ആളുകൾ പറയുന്നത്, അതായത് ഈ പ്രദേശത്തു നിന്നെല്ലാം ആളുകൾ പൂർണ്ണമായും മാറി നിൽക്കുകയാണല്ലോ. അത്തരം സാഹചര്യത്തിൽ വന്യമൃഗ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു. അതായത് ആളുകൾ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ മറ്റ് ശബ്ദവും ബഹളവും ഒന്നും മറ്റ് സമയങ്ങളിൽ ഇല്ലാതിരുന്നതുകൊണ്ട് പുലർച്ചെ സമയത്തോടു കൂടിയാണ് ഇറങ്ങിയത്. പിന്നീട് ആളുകൾ ബഹളമുണ്ടാക്കി, അവിടെയുള്ള തോട്ടം മേഖലയോട് ചേർന്ന ആളുകളൊക്കെ ബഹളമുണ്ടാക്കി ഓടി മറയുകയായിരുന്നു. അതിൽ പശുക്കിടാവിനെ ആക്രമിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ ഉദ്യോഗസ്ഥരെത്തി ചികിത്സയൊക്കെ ഈ പശുവിന് നൽകിയിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നൊക്കെയുള്ള ഉദ്യോഗസ്ഥരെത്തിയും ചികിത്സയൊക്കെ നൽകിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇപ്പോൾ ആരോഗ്യനില പശുവിൻ്റെ കാര്യത്തിൽ തൃപ്തികരമാണ്. പക്ഷേ ആ മേഖലയിൽ ഒരു ആശങ്കയുണ്ടെന്ന് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നു. തിരച്ചിൽ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ വിവിധ സേനാ വിഭാഗങ്ങളും, അതായത് നിലവിൽ ഫീൽഡിലുള്ള സേനാ വിഭാഗങ്ങളും ഒക്കെ തിരച്ചിൽ തുടരുന്നുണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങളും അതുപോലെ തന്നെ ആളുകൾ സ്വന്തം നിലയ്ക്ക് അവരെ കൊണ്ട് കഴിയും വിധമുള്ള ഈ സന്നദ്ധ പ്രവർത്തകർ എത്തിച്ചിട്ടുള്ള അവരുടെ കൈവശമുള്ള ചെറിയ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചും ഒപ്പം മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടെയും തിരച്ചിൽ തുടരുന്നു. പലരും, അതായത് ഈ മേഖലയിൽ നിന്ന് പോയതിനു ശേഷം, ഈ വലിയ ദുരന്തമുണ്ടായതിനു ശേഷം പോയതിനു ശേഷം പലരും ആദ്യമായി, അതായത് ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് കരുതി പക്ഷേ ഒടുവിൽ ഒന്ന് വന്ന് നോക്കാമെന്ന് കരുതി വരുന്ന അനേകരെ ഇവിടെ കാണുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തിരച്ചിൽ സജീവമായി പുരോഗമിക്കുന്നുണ്ട്. അവരൊക്കെ ഈ ദുരന്തത്തിൻ്റെ യഥാർത്ഥ പ്രതീകങ്ങളായി ഈ ഭൂമിയിലൊക്കെയുണ്ട്. അവരൊക്കെ വന്നു നോക്കുന്നു. പലരുടെയും വീടുകളിലെ യഥാർത്ഥത്തിൽ മൺകൂനയും പാറക്കൂട്ടങ്ങളും മാത്രമാണ്. ഹാഷ്മി, ഏതായാലും സന്നദ്ധ പ്രവർത്തകർ സജീവമായി അവരുടെ ജോലി തുടരുന്നുണ്ട്. ഫീൽഡിലുള്ള സേനാ വിഭാഗങ്ങളും ഇവിടെയുണ്ട്. തിരച്ചിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ജനകീയ തെരച്ചിൽ നടക്കാൻ ജനതെരച്ചിൽ വിവരങ്ങൾ നൽകിയായിരുന്നു സജോ ദേവസ്യ. അത് അവിടെ ഇപ്പോഴും അവിടെ തെരച്ചിൽ തുടരുകയാണ്. ഇന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ആ മേഖലയിലൊക്കെ ഇനിയുമുണ്ട് ശരീരഭാഗങ്ങളും ശരീരങ്ങളും എന്നൊക്കെയുള്ള വലിയ ആശങ്ക അവിടെയുണ്ട്. തെരച്ചിൽ പുരോഗമി. എന്തായാലും വയനാട് ഉൾപ്പെടൽ കാണാതായവർക്കായി നാട്ടുകാരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ തെരച്ചിൽ തുടരുന്നത്. 6 സോണുകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ വൈകിട്ട് 5 വരെ നീണ്ടു നിൽക്കും. ജനകീയ തെരച്ചിൽ തുടരണോ വേണ്ടയോ എന്നത് നിർദ്ദേശങ്ങൾ പരിഗണിച്ച ശേഷം തീരുമാനിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവരെ തേടി ദുരന്തഭൂമിയിൽ ഇന്ന് നടത്തിയ ജനകീയ തിരച്ചിലിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് പേരാണ് പങ്കാളികളായത്. ക്യാമ്പിൽ കഴിയുന്നവർക്കൊപ്പം NDRF, ഫയർഫോഴ്സ്, പോലീസ്, പ്രാദേശിക ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരും അണിനിരന്നു. ആദ്യഘട്ടം മുതലുണ്ട് ഓരോ ഷിഫ്റ്റായിട്ട് ദുരന്ത നിവാരണ സേനയുടെ കൂടെ തന്നെ ഓരോ സ്ഥലത്തേക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യലാണ്. അങ്ങനെ 30 പേര് 60 പേര് ആദ്യഘട്ടം മുതലുണ്ട്. ഓരോ ദിവസം മാറിക്കൊണ്ട് വരുന്നത്. കാരണം എല്ലാവരും ക്ഷീണിച്ചുമ്പോൾ വേറെ ടീം വരും. അങ്ങനെയാണ് വരുന്നത്. ദുരന്തബാധിതരുടെ നിർദ്ദേശങ്ങളെല്ലാം പരിഗണിക്കുമെന്നും ജനകീയ തിരച്ചിൽ തുടരുമോ എന്നതിൽ പിന്നീട് തീരുമാനമെടുക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ക്യാമ്പിൽ നിന്ന് വരുന്നവർ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങൾ കുറെ കൂടി നന്നായി പരിശോധിച്ചു വരികയാണ്.
എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ അതൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. മൃതദേഹം കണ്ടെത്താനും വേണ്ടി ഉള്ള എന്തൊക്കെ സാധ്യതയുണ്ടോ ആ സാധ്യതകളൊക്കെ നമ്മൾ പിൻപറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. നാളെ പുഴയുടെ താഴെ ഭാഗങ്ങളിൽ സേനയെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തും. 126 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ദുരന്ത പശ്ചാത്തലത്തിൽ പഠനം നടത്താൻ ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ 5-അംഗ വിദഗ്ധ സംഘം ഈ മാസം 19-ന് ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, അട്ടമല എന്നീ പ്രദേശങ്ങൾ സന്ദർശിക്കും. 24 വയനാട്. അതേസമയം വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് കാരണം കനത്ത മഴ തന്നെയാണെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട്. സ്ഥലത്തിന്റെ ചെരിവും മണ്ണിന്റെ ഘടനയും ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയാക്കിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ദുരന്തബാധിത പ്രദേശത്ത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പ്രാഥമിക പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് കാരണം കനത്ത മഴ തന്നെ. അപകട മേഖലയിൽ 2018 മുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. 2019 പുത്തുമലയ്ക്ക് പുറമെ വെള്ളരിമലയിലും ചൂരൽമലയിലുമൊക്കെ ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. ജൂലൈ 3-ാം വാരം മുതൽ ഈ മേഖലകളിൽ തുടർച്ചയായി മഴ പെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ദുരന്തമുണ്ടാകുന്നതിന് മുമ്പുള്ള 24 മണിക്കൂറിൽ പുത്തുമലയിൽ പെയ്തിറങ്ങിയത് 372.6 മില്ലിമീറ്റർ മഴ. തെറ്റമലയിൽ 409 മില്ലിമീറ്റർ മഴയും. സമീപ പ്രദേശങ്ങളിലെല്ലാം മഴ കനത്തു. തുടർച്ചയായി മഴ പെയ്ത് നനഞ്ഞു കുതിർന്നു കിടന്ന പ്രദേശത്ത് അധികമായി കനത്ത മഴ പെയ്തിറങ്ങിയപ്പോൾ മർദ്ദം താങ്ങാനായില്ല. അതാണ് ഉരുൾപൊട്ടലിനിടയാക്കിയതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഉരുൾപൊട്ടലിനെ തുടർന്ന് പാറക്കല്ലുകളും മണ്ണും ചെളിയും വെള്ളവും 7 കിലോമീറ്റർ ദൂരത്തോളം ഒഴുകി. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ 25 മുതൽ 40 ഡിഗ്രി വരെ ചരിവുണ്ട്. 5 മീറ്റർ വരെയാണ് മേൽമണ്ണിന്റെ കനം. ഉരുൾപൊട്ടാനും ആഘാതം കൂട്ടാനും ഇതെല്ലാം കാരണമായി. 2015-16 കാലഘട്ടത്തിൽ ഈ മേഖലയിൽ GSI പഠനം നടത്തിയിട്ടുണ്ട്. അന്ന് ചൂരൽമല, മുണ്ടക്കൈ, വെള്ളരിമല, അട്ടമല ഭാഗങ്ങൾ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള പ്രദേശങ്ങളായി കണ്ടെത്തിയിരുന്നു. ദുരന്ത മേഖലയിൽ GSI വിശദമായ പഠനം നടത്തും. 24 തിരുവനന്തപുരം. ആശ ചോദിക്കുകയാണ്, ഹാഷ്മി ഇന്നലത്തെ എൻകൗണ്ടറിൽ ഞങ്ങളെയൊക്കെ കരയിപ്പിച്ചല്ലോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ കരയിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല, നമ്മൾ ചെറുതായിട്ട് പിടിവിട്ട് പോയതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയതാണ്. അവിടെ പോയപ്പോൾ കാണുന്ന 100 ദൃശ്യങ്ങളുണ്ട്. നമുക്ക് താങ്ങാൻ പറ്റാത്ത ദൃശ്യങ്ങളാണ്. അതിപ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുമല്ലോ, അതിങ്ങനെ വരുന്നതാണ്. അത് അവിടെ പോകുന്ന ആരുടെയും മനസ്സിൻ്റെ തേങ്ങലാണ് ആ തേങ്ങൽ. ഇപ്പോൾ ഇന്ന് ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമായി ദുരന്തഭൂമിയിലെത്തിയ മന്ത്രി AK ശശീന്ദ്രനും ദുരന്തമനാഥനാക്കി ഇസ്ഹാക്കിനെ ആശ്വസിപ്പിക്കാനാകുന്ന പൊട്ടിക്കരഞ്ഞ കാഴ്ച കണ്ടു. ഉരുൾപൊട്ടലിൽ കാണാതായ നാസറിനായുള്ള തെരച്ചിലിൽ മകൻ ഇസ്ഹാക്കും പങ്കാളിയായതാണ്. അനുഭവമായി പോയി. ഇങ്ങനൊരു കാഴ്ചക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചതല്ല. ഒരു മിനിറ്റ്, ഇവരോട് ഞാൻ എന്തുത്തരാ പറയാ? അവരെ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. ഞാനിപ്പോൾ അവരെ പറ്റി ആലോചിക്കാം. നമുക്കൊക്കെ ഇത്ര പ്രയാസം ഉണ്ടെങ്കിൽ അവരെ പ്രയാസം എന്തായിരിക്കും നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് എനിക്കെല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ രക്ഷിക്കാൻ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം, ആത്മവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരണം, സാധാരണ ജീവിതം നയിക്കാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആ കാര്യത്തിൽ പ്രതിബദ്ധതയോടുകൂടി സർക്കാർ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് മാത്രമേ ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അത് നേരത്തെ പറയുന്ന പോലെ ഈ ദുരന്തഭൂമിയിലെത്തി നമ്മൾ എത്രയായാലും നമ്മുടെ ഈ ദൃശ്യങ്ങൾ കൂടിയൊക്കെ അതിൻ്റെ ഭീകരത, അതിനൊരു 10% ഒക്കെ മാത്രം നമുക്ക് എടുക്കാം. അത് നമ്മുടെ ഈ ദൃശ്യങ്ങളുടെ പരിമിതിയാണ്. അത് ആരുടെ ക്യാമറയുടെ പരിമിതിയാണ്. അത് നമ്മുടെ കണ്ണിൽ കാണുന്ന പോലെ ആവില്ല. കണ്ണിൽ അവിടെ പോയി കാണുന്നതും അവരെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക വികാരമാണ് മന്ത്രിയുടേത്. നാടകമാണ്, അഭിനയമാണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അവർ ചെയ്യേണ്ടത് ജസ്റ്റ് വണ്ടി പിടിച്ച് ആ മേഖലയിൽ ഒന്ന് പോയി നിൽക്കുക. ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ് പോയി നിന്നാൽ മതി. പിന്നെ ആ കണ്ണുനീർ അഭിനയമാണെന്നും ആരും പറയില്ല. എന്തായാലും ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനെ ചേർത്ത് നിർത്താൻ എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പദ്ധതിയുമായി 24 ഫ്ലവേഴ്സ് കുടുംബം. പദ്ധതിക്കായി പണം സ്വരൂപിക്കാൻ 24 കണക്റ്റും ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് രൂപം നൽകിയ 24 കണക്റ്റ് ആപ്പ് ലോഞ്ച് ചെയ്തു. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരാണ് ആപ്പ് അവതരിപ്പിച്ചത്. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനി അതിജീവനത്തിന്റെ നാളുകളാണ്. ദുരന്തബാധിതരുടെ അതിജീവനത്തിന് 24 ഫ്ലവേഴ്സ് ജീവനക്കാരുടെയും പ്രേക്ഷകരുടെയും കൈത്താങ്ങായി എന്റെ കുടുംബം വയനാടിനൊപ്പം എന്ന ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ഈ പദ്ധതിക്ക് പണം സ്വരൂപിക്കുന്നതിനായി 24 കണക്റ്റും
ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് രൂപം നൽകിയ ആപ്പാണ് ഇന്ന് അവതരിപ്പിച്ചത്. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരാണ് ആപ്പ് അവതരിപ്പിച്ചത്. നമ്മൾ 24 കണക്ട് ഒപ്പമുണ്ട്. വയനാടിനെ നമ്മൾ അണച്ചു നിർത്തും. വയനാടിൻ്റെ ദുഃഖങ്ങൾ പങ്കിടാൻ നമ്മളൊപ്പം ഉണ്ടാകും. ഇനി അതിജീവനത്തിൻ്റെ നാളുകളാണ്. മുന്നോട്ടുള്ള യാത്രയിൽ വയനാട് ഒറ്റയ്ക്കല്ല. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരും 24 ഫ്ലവേഴ്സ് ജീവനക്കാരും അതിഥികളും അവതാരകരും 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും കലാകാരന്മാരും ഒക്കെ ഒന്നിച്ച് ഒരേ മനസ്സോടെ 24 കണക്റ്റിൻ്റെ കുടക്കീഴിൽ വയനാടിനായി ഒന്നിക്കുന്നു. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ മൊബൈൽ ആപ്പ് ഞാൻ പുറത്തിറക്കുന്നു. ഒന്നിച്ചു പോകാം, ഒന്നിച്ച് അതിജീവിക്കാം ഈ പ്രതിസന്ധിയെ. വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള 24 കണക്റ്റിന്റെ എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയെ മന്ത്രിമാർ സ്വാഗതം ചെയ്തു. ദുരന്തമുഖത്ത് 24 നടത്തിയ ഇടപെടൽ സർക്കാരിന് കരുത്തു പകർന്നുവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. മനുഷ്യനെ രക്ഷിക്കാനുള്ള ഭഗീരഥ പ്രവർത്തനവുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആ ശ്രമങ്ങളിൽ സുമനസ്സുകളുടെ എല്ലാം സഹായവും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ കൂട്ടത്തിൽ സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന് ശീലമുള്ള 24ഉം പങ്കുചേരുന്നു എന്നത് ആഹ്ലാദകരമായ ഒരു കാര്യമാണ്, ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 24 കണക്ട് ആപ്പ് പുറത്തിറക്കിയതിനെ മന്ത്രി പി എ മുഹമ്മദ് റിയാസും അഭിനന്ദിച്ചു. 24 ന്യൂസ് തുടക്കം മുതലേ ഈ രക്ഷാദൗത്യ പ്രവർത്തനത്തിൽ എടുത്തൊരു സമീപനമുണ്ട്. പൊതുവെ മാധ്യമങ്ങളെല്ലാം എടുത്തതാണ്. 24 അതിൽ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആപ്പ് എന്നുള്ള ഈ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിരിക്കുന്നു. അത് FKN ഉൾപ്പെടെ ശരീരം സ്റ്റുഡിയോയിലാണെങ്കിലും മനസ്സ് ഞങ്ങൾക്കൊപ്പം ഇവിടെ വയനാട്ടിലാണ് എന്നുള്ളത് തെളിയിക്കുകയാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് 24 കണക്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ്രോയിഡ് ഫോണുകളിലാണ് നിലവിൽ ഇത് ലഭ്യമാകുക. വൈകാതെ തന്നെ ആപ്പിൾ സ്റ്റോറിലും ലഭിക്കും. സംഭാവനകൾ സുതാര്യമാക്കുന്നതിനായി ബാങ്കുകൾ നിർദ്ദേശിക്കുന്ന KYC രേഖകളിലൊന്ന് ആപ്പിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ശ്രീരാജ് കാലിക്കട്ടി ചോദിക്കുകയാണ്, 24 ന്യൂസ് ആപ്പ് സുതാര്യമാണോ? ആർക്കും അതിലെ വിവരങ്ങളൊക്കെ എടുത്ത് നോക്കാം. 101% സുതാര്യമാണ്. എല്ലാ വിവരങ്ങളും എല്ലാവർക്കും കിട്ടുന്നതാണ്. നമ്മളതിൻ്റെ സൈഡിൽ കണ്ട QR കോഡിൽ ഇപ്പം സ്ക്രീനിൻ്റെ നിങ്ങളുടെ ഇടതുവശത്ത് താഴെ കാണുന്ന ആ QR കോഡ് സ്കാൻ ചെയ്താൽ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്പിലേക്കാണ് എത്തുക. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. പെട്ടെന്ന് 10 MB എന്തോ ഉള്ളൂ, പെട്ടെന്ന് ഡൗൺലോഡ് ആവും. അതിനുശേഷം ഒരു ചെറിയ KYC എന്ന് പറഞ്ഞാൽ നമ്മുടെ വല്ല ആധാർ കാർഡോ ഫോണിൽ ഫോട്ടോ എല്ലാവരും ഉണ്ടാകും. ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുക. അത്രേ ഉള്ളൂ അതിൻ്റെ പ്രൊസീജിയർ. എത്ര തുകയാണെങ്കിലും തീരെ ചെറിയ തുകയാണെങ്കിലോ വലിയ തുകയാണോ എത്ര തുകയാണെങ്കിലും അതിലേക്ക് നിങ്ങൾക്ക് സംഭാവന ചെയ്യാം. 100% അത് വയനാടിനെ ചേർത്ത് പിടിക്കുന്ന പദ്ധതിയിലേക്ക് തന്നെയാണ് അത് പോവുക. 101% സുതാര്യമാണ്. ശ്രീരാജ്, എന്തായാലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ സഹകരണ സംഘങ്ങൾക്ക് അനുമതി. സഹകരണ രജിസ്ട്രാറാണ് അനുമതി നൽകിയത്. സംഘങ്ങളുടെ ജനറൽ ഫണ്ടിൽ നിന്നോ പൊതുനന്മ ഫണ്ടിൽ നിന്നോ തുക നൽകാം. ജില്ലാ ജോയിന്റ് രജിസ്ട്രാർമാർ സംഘങ്ങൾ നൽകുന്ന തുകയുടെ കണക്ക് സമാഹരിച്ച് സഹകരണ സംഘം രജിസ്ട്രാർക്ക് കൈമാറണം. ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ടാർഗറ്റ് നിശ്ചയിക്കരുതെന്നും നഷ്ടത്തിലുള്ള സംഘങ്ങളോട് തുക നൽകാൻ നിർബന്ധിക്കരുത് എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട 3 കുടുംബങ്ങൾക്ക് 5 സെന്റ് ഭൂമി വീതം നൽകുമെന്ന് തൃശൂർ ചേലക്കര സ്വദേശി ജോസഫ്. ടാപ്പിംഗ് തൊഴിലാളിയായ ജോസഫിന് ചേരക്കരയിൽ 42 സെന്റ് ഭൂമിയേ ഉള്ളൂ. വീട് വെച്ച് കൊടുക്കുന്നതടക്കമുള്ള അനുബന്ധ കാര്യങ്ങൾ അധികാരികൾ ചെയ്യണമെന്നും മുണ്ടക്കയിലെത്തിയ ജോസഫ് 24നോട് പറഞ്ഞു. അലക്സ് മുഹമ്മദ് ജോസഫുമായി സംസാരിച്ചു. മുണ്ടക്കയിലാണുള്ളത്. തൃശ്ശൂർ ചേലക്കര സ്വദേശി ജോസഫാണ് എൻ്റെ ഒപ്പം. ജോസഫ് ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. ഈ ദുരന്തം അത് മാധ്യമങ്ങളിലൂടെ കണ്ട ജോസഫ് ഇവിടുത്തെ 3 കുടുംബങ്ങൾക്ക് 5 സെൻറ്റ് വീതം, ഓരോ കുടുംബത്തിനും 5 സെൻറ്റ് വീതം നൽകാനുള്ള സന്നദ്ധത അറിയിച്ച മനുഷ്യനാണ്. ഇതാ ചേലക്കരയിൽ നിന്ന് ഈ മുണ്ടക്കയിലേക്ക് എത്തിയത്, ദുരന്ത മേഖലയിലേക്ക് എത്തിയത്. ആദ്യം അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനം? നമ്മളുടെ ഈ ദുരന്തം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമമാണ് തോന്നിയത്, ഭയങ്കരമായ ബുദ്ധിമുട്ട് തോന്നി. എൻ്റെ മക്കളാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതെല്ലാം എൻ്റെ മക്കൾ തന്നെ അല്ലേ, എൻ്റെ സഹോദരങ്ങളല്ലേ, എൻ്റെ കൊച്ചുമക്കളല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ദൈവം എനിക്ക് തന്നതിൻ്റെ ഒരു ചെറിയ സംഭാവന. അവർ 3 കുടുംബങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ അവർ ഒന്നിച്ച് നിൽക്കുമല്ലോ, ഒരു സ്ഥലത്തുനിന്ന് പോയവർ. അങ്ങനെ അവർ ജീവിക്കട്ടെ. ചന്ദ്രനാണ് എന്നെ വിളിച്ചത് തന്നെ അങ്ങോട്ട്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, എങ്ങനെ സാറേ കാര്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കാമല്ലോ, അതിനെന്താ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 3 കുടുംബങ്ങൾ വരട്ടെ. ഞാൻ പറഞ്ഞു വന്നോളൂ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വീടില്ല മോനെ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ചാള വെട്ടി കൂര വെച്ച് കെട്ടി കിടന്നോളാം. അവരുടെ വിഷമം, അവരുടെ വേദന അത് നമ്മൾ അറിയണ്ടേ. അങ്ങനെ ആ 3 കുടുംബങ്ങൾ വന്നു. അവരെ കാണാനാണ് നമ്മുടെ ഈ ക്യാമ്പിലുള്ള മക്കളെ കാണാനും ഈ പ്രദേശം ഒന്ന് കാണാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏത് സമയത്തും കൊടുക്കാൻ തയ്യാറാണ്. അതിന് ബന്ധപ്പെട്ട അധികാരികൾ
ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തി ഇവർക്ക് കൊടുക്കണം. അതാണ് എൻ്റെ ആവശ്യം. ചന്ദ്രൻ ചേട്ടൻ ഈ വിവരം അറിഞ്ഞ് അദ്ദേഹത്തെ ബന്ധപ്പെടുകയായിരുന്നു. ഇത് എനിക്കൊരു സുഹൃത്തുണ്ട്, അയാൾ വഴി എനിക്കിങ്ങനെ നമ്പർ അയച്ചു തന്നു. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ സാറെ വിളിച്ചു. ബന്ധപ്പെട്ടപ്പോൾ എന്താ മറുപടി പറഞ്ഞത്? അപ്പോൾ സാറ് പറഞ്ഞു എപ്പോൾ വേണിച്ച് വരാം, 3 ഫാമിലിക്ക് ഞങ്ങൾ ഒറ്റപ്പെടാൻ പാടില്ല, അതായത് 3 ഫാമിലി വരിക, അപ്പോൾ പുതിയ ആളുകളാണല്ലോ, അപ്പോൾ ഒറ്റപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് സാറിൻ്റെ ഇത്. അപ്പോൾ 3 ഫാമിലിയെ ഞാൻ വിളിച്ചിട്ടുണ്ട്, വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. അവർ മറ്റു 2 പേരും കൂടെ കണ്ടോ അദ്ദേഹത്തെ? കണ്ടിട്ടുണ്ട്, ഒരു ഫാമിലിയെ കണ്ടിട്ടുണ്ട്, അവർ വരാൻ തയ്യാറാണ്, വേറൊരു ഫാമിലിയും കൂടി വരണം. വലിയ മനസ്സാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ജോസഫേട്ട. ഈ ദുരന്തത്തെ കണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഴം എത്രത്തോളം എന്ന് മനസ്സിലാവുകയുള്ളൂ. അവിടെ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന മനുഷ്യരെ കൈപിടിച്ച് കയറ്റാൻ ഒരുപാട് പേർ രംഗത്ത് വരുന്നു. അത് മാതൃകാപരമാണ്. മുണ്ടക്കയിൽ നിന്നും വിപിൻ വേളിക്കൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24. അമർ പറയുന്നത് ഗോഡ് ബ്ലസ് യു ജോസഫ് ചേട്ടാ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അത് പരമമായ മനുഷ്യത്വമാണ്. അവിടെ ഉള്ളവർ, മരിച്ചവർ അല്ലെങ്കിൽ അതിജീവിച്ചവരൊക്കെ എൻ്റെ തന്നെ കൂടപ്പുറപ്പുകളാണ്, സഹോദരങ്ങളാണ് എന്നൊക്കെയുള്ള തോന്നൽ, അത് മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വമാണ് മനുഷ്യനെ കൊണ്ട് കണ്ണ് നനയിപ്പിക്കുന്നത്. അങ്ങനെ ഒരുപാട് മനുഷ്യർ അങ്ങനെ ഒന്നും ഇപ്പോൾ ജോസഫ് ചേട്ടനൊക്കെ സാധാരണക്കാരാണ്, വളരെ 42 സെൻറ്റ് എന്നൊക്കെ ആ മേഖലയിൽ വലിയ ഭൂമിയൊന്നുമല്ല, അതിൻ്റെ ഒരു തുണ്ട് കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത് വളരെ സാധാരണക്കാരായ മനുഷ്യരൊക്കെ അവരെ കൊണ്ട് കഴിയാവുന്ന പോലെ സഹായിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശാലമായ മനുഷ്യത്വത്തിൻ്റെയും മാനവിക ബോധത്തിൻ്റെയും ഒക്കെ ഉത്തമ ദൃഷ്ടാന്തമാണ് ജോസഫേട്ടനെ പോലുള്ള ഒരുപാട് പേരുകൾ അവിടെ ഉണ്ട്. വേറെ പ്രേക്ഷ സീന ചോദിക്കുന്നുണ്ടായിരുന്നു, ആപ്പ് സ്റ്റോറിൽ ഇല്ലല്ലോ, പ്ലേ സ്റ്റോറിൽ മാത്രമാണ് 24 കണക്ട് കിട്ടുക. തൽക്കാലം പ്ലേ സ്റ്റോറിലാണ്. അധികം വൈകാതെ ഒരു 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആപ്പ് സ്റ്റോറിലും ഈ ആപ്പ് വർദ്ധിത വീര്യത്തോടുകൂടി വരും. സജോ ദേവസ്യ തുടരുന്നുണ്ട് അവിടെ ജനകീയ തിരച്ചിൽ മേഖലയിൽ. സജോ, ഇതാദ്യം ഒരുപക്ഷെ ആ മേഖലയെപ്പറ്റി ഏറ്റവും നന്നായി അറിയാവുന്നവർ, അങ്ങോട്ടൊക്കെ ആദ്യമായി എത്തുന്നവർ, അവർ പറയുന്ന സ്ഥലങ്ങളിലെ പരിശോധന എന്ന് പറഞ്ഞാൽ ആ മേഖല കൈവെള്ള പോലെ അറിയുന്നവർ അവിടുത്തെ പ്രദേശവാസികൾ മാത്രമാണല്ലോ സജി. അപ്പോൾ ഈ ജനകീയ തെരച്ചിലിന് ഒരു ഫലപ്രാപ്തി ഉണ്ടാകും എന്ന് കരുതാം അല്ലേ? ഹാഷ്മി, അങ്ങനെ കരുതണം. അപ്പോഴും യന്ത്രസഹായത്തോടു കൂടിയുള്ള വിപുലമായ തിരച്ചിൽ, പക്ഷെ അതിൻ്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്, ഇനിയിപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും എത്രത്തോളം അതിൻ്റെ സാധ്യതകൾ മങ്ങും എന്നതൊക്കെ നമുക്കറിയാം. പക്ഷെ അപ്പോഴും ഇവിടെയുള്ള ആളുകളുടെ ആഗ്രഹമാണ്, ഇവരെയൊക്കെ തിരഞ്ഞ് കണ്ടുപിടിക്കണം, ഏറ്റവും ആദരപൂർവ്വം അവർക്ക് വിട നൽകണം എന്നത് ഈ നാട്ടിലെ മനുഷ്യരുടെ ആഗ്രഹമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ തിരച്ചിലിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പ്രേരക ഘടകം എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ധാരാളം ആളുകൾ ഈ സ്ഥലത്തേക്ക്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ മടിച്ചിരുന്നവരൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കാണാം, അതായത് ഈ അവശേഷിച്ചിരുന്ന ചില വസ്തുവകകളൊക്കെ ആളുകൾ കയറ്റിക്കൊണ്ട് പോകുന്ന കാണാം. അതായത് സന്നദ്ധ പ്രവർത്തകർ സഹായിക്കുകയാണ് അവർക്ക് ഇതേ ഇനി അവശേഷിക്കുന്നുള്ളൂ, അതവർ തിരിച്ചു കൊണ്ടുപോവുകയാണ്. അത് കുറച്ച് ആളുകളൊക്കെ ഈ സ്ഥലങ്ങളിൽ വന്നു, ചിലരൊന്നും എടുക്കാതെ തിരികെ മടങ്ങുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇവരൊക്കെ തിരയണം, ഇന്ന സ്ഥലങ്ങളിൽ തിരയണമെന്ന് പറഞ്ഞ് സന്നദ്ധ പ്രവർത്തകരെയും ഇതിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെയും ഒക്കെ സമീപിക്കുന്നത് നമ്മൾ കണ്ടു. ഇതിനിടെ റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്, അവരോട് കാര്യങ്ങൾ പലരും വിശദീകരിച്ച് കൊടുക്കുന്നത് കണ്ടു. അങ്ങനെ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ദുരന്തഭൂമിയുടെ ഒരു ബാക്കി പത്രമേ യഥാർത്ഥത്തിൽ ഇങ്ങനെ സജീവമായി തന്നെ കാണാം. ഇപ്പോഴും സന്നദ്ധ പ്രവർത്തകർ, അതായത് 6 മേഖല തിരിച്ചാണ്, 6 സോൺ തിരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ചൂരൽമലയുടെ അതായത് വെള്ളാറമല സ്കൂളിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഈ സ്ഥലങ്ങളിലടക്കം ഈ ആളുകൾ ഈ ഭാഗത്തേക്ക്, ഇതിന് തൊട്ട് മുകളിലെ ഭാഗത്തേക്കൊക്കെ ആളുകൾ വന്ന് അവിടെ തിരച്ചിൽ ആവശ്യപ്പെട്ടിരുന്നു. ആ മേഖലയിൽ യന്ത്രങ്ങളൊക്കെ എത്തിച്ച്, അതായത് മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ എത്തിച്ച് യഥാർത്ഥത്തിൽ തിരച്ചിലും മറ്റുമൊക്കെ ഇപ്പോഴും സജീവമായി തന്നെ തുടരുന്നുണ്ട്. ഇവിടെ ഇതിനകത്തൊരു വല്ലാത്തൊരു കാഴ്ചയാണ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ പോയാൽ കാണാം. അതായത് അവരുടെ ബാക്കി വന്ന അവശേഷിക്കുന്ന ചില അവശേഷിപ്പുകൾ അവർ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്. അതായത് മറ്റൊന്നുമില്ല ഈ ഭൂമിയിൽ, യഥാർത്ഥത്തിൽ മറ്റൊന്നുമില്ല. ഞാനിവിടെ വന്ന സമയത്ത് കുറേയധികം നേരം സംസാരിച്ച മുഹമ്മദ് കുട്ടിക്ക യഥാർത്ഥത്തിലുണ്ട് എൻ്റെ കൂടെ. അതേ എടുത്തോ, വീട്ടിൽ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി കയറ്റി. പുറകെ കാണുന്നതാണോ? അതെടുത്ത് മോൻ എന്ത്, യാസീനും അവനും വന്നോ? അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ വാടകയ്ക്ക് എടുക്കാൻ അവിടെ പോകണം വീട്ടിൽ. അതായത് മുഹമ്മദ് കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു, ഒരുപാട് കാലത്തെ അധ്വാനം കൊണ്ട് പണിതൊരു വീടും അതിലെ വസ്തുക്കളുമാണ്. അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ പലതും നശിച്ചു. പക്ഷേ മുകൾ നിലയിൽ കുറച്ച് സാധനം, ഒപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അവരുടെയൊക്കെ വീടുകളൊന്നുമില്ല, ഒന്നും അവശേഷിക്കുന്നില്ല ആ ഭൂമിയിൽ. അദ്ദേഹം പക്ഷേ കുറേ ദിവസങ്ങളിലായിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും കുറേ കാര്യങ്ങളൊക്കെ ഇവരോട് പറയുകയും ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തതാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയും ഇവിടെ ഉണ്ടായിരുന്നു. അവനോട് ഞാൻ നേരത്തെ കുറേ നേരം സംസാരിച്ചിരുന്നു. അതായത്
ഈ കാണുന്ന അതായത് വെള്ളാർമല സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു യാസിൻ. യാസിൻ ഇപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. യാസിൻ മറ്റൊരു സ്ഥലത്ത് ആണ് ഇപ്പോൾ ഉള്ളത്. ക്യാമ്പിൽ നിന്ന് മാറി അവരൊരു ചെറിയ വാടക സംവിധാനത്തിലേക്ക് മാറി എന്നാണ് പറഞ്ഞത്. പക്ഷേ യാസിൻ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം അവൻ്റെ കൂട്ടുകാരിൽ പലരും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ്. അവിടെ വെള്ളാർമല സ്കൂളിന്റെ ബാക്ക് റോഡ്, ആ സ്കൂൾ റോഡ് ബാക്കിലോട്ട് പോകുമ്പോൾ ഒരു വീട്ടിൽ അതിനകത്ത് ഞാൻ പോയപ്പോൾ അവിടെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്ന വീടാണ്. അപ്പോൾ അതെനിക്കൊന്ന് അകത്തേതോ റൂമാണ്. ആ റൂമിൻ്റെ അവിടെ നമ്മൾ ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറയില്ലേ, ഈ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു. അപ്പോൾ അതിലെഴുതിയ ചേട്ടാ പാലിൻ്റെ പൈസ കൊടുക്കണം എന്ന് എഴുതി ഒട്ടിക്കുന്ന ഒരു അങ്ങനെ കുറേ അങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ കുറിപ്പുകൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു വീടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തൊക്കെ പ്ലാനിങ്ങുകൾ, എന്തൊക്കെ പ്രതീക്ഷകൾ, എന്തൊക്കെ സ്വപ്നങ്ങളല്ലേ സജോ? ഹാഷ്മി, ഞാൻ കുറച്ച് മുമ്പ് ഇതുവഴി നടക്കുമ്പോൾ നമ്മൾ പണം സൂക്ഷിക്കുന്ന എന്താണ് അതിന് പറയുന്നത്, അങ്ങനെ ഒരു പെട്ടിയല്ല, ഒരു ബോക്സ് നമ്മൾ ഇട്ട് സൂക്ഷിച്ചു വെക്കുമല്ലോ, അങ്ങനെ സൂക്ഷിച്ചു വെച്ചൊരു ബോക്സാണ് അത്. യഥാർത്ഥത്തിൽ അവിടെയുള്ള കുറച്ച് ആളുകൾ, സന്നദ്ധ പ്രവർത്തകരും മറ്റുമൊക്കെ വന്ന് അത് പൊട്ടിച്ചു നോക്കി. അതിനകത്ത് കുറച്ച് കുടുക്ക അതിനെ എനിക്ക് ആ പദം പെട്ടെന്ന് കിട്ടിയില്ല, കിട്ടി. കുടുക്ക പൊട്ടിച്ചു നോക്കി അവർ, ഇവിടെ സന്നദ്ധ പ്രവർത്തകർ. ആ പണം അവർ അവിടെ കൈമാറി. അവിടെയുള്ള ആരാണ് അതിൻ്റെ ഉടമസ്ഥരെന്ന് അറിയില്ല. അതുകൊണ്ട് അത് അവിടെയുള്ള ചില ഉദ്യോഗസ്ഥർക്കോ മറ്റോ അത് കൈമാറി. അത് പൊട്ടിച്ചു നോക്കുമ്പോൾ അതിൽ കുറേ കൊച്ചു പണങ്ങളാണ്, ചെറിയ ചെറിയ നോട്ടുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നിട്ടുണ്ട്. എന്തെങ്കിലും ആഗ്രഹം, പക്ഷേ അതിൻ്റെ ഉടമ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് ഈ ദുരന്ത മുഖത്ത് നിന്ന് നമ്മുടെ ഹൃദയം തകർക്കുന്ന അനവധി കാഴ്ചകളുണ്ട്. ഇപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ ധാരാളം മാറി അവരുടെ ടേൺ എടുത്ത് മാറി അവർ മുകളിലേക്ക് പോവുകയാണ്. ആ സ്ഥലങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പ്രയോഗിക്കുന്നത് അല്പം അനവസരത്തിലാണോ എന്ന് എനിക്കറിയില്ല. അതായത് ദുർഗന്ധമൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇപ്പോഴും യഥാർത്ഥത്തിലുണ്ട്. അത് ചൂണ്ടിക്കാട്ടിയാണ്. ഒപ്പം ആളുകളുടെ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സംശയമൊക്കെ പ്രകടിപ്പിക്കുന്ന ഇടങ്ങളിലും മറ്റുമാണ്. അവിടെ കേന്ദ്രീകരിച്ചാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് വ്യാപകമായി നിയോഗിക്കുകയും അവിടെയൊക്കെ കഴിയാൻ വിധം തിരച്ചിൽ നടത്തുക എന്നതാണ്. ഇനിയിപ്പോൾ അതാണല്ലോ ചെയ്യാൻ കഴിയുന്നൊരു കാര്യം എന്നത് അതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ അവശേഷിക്കുന്നവർ അവരതെടുത്തുകൊണ്ട് പോകുന്നു, അവർക്ക് ആ സഹായങ്ങൾ നൽകുന്നു. അതൊക്കെയാണ് ഇനിയിപ്പോൾ. പക്ഷേ തിരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നൊരു തീരുമാനം എടുത്തിട്ടില്ല. അതങ്ങനെ തുടരുക. പരമാവധി സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ലഭ്യമാകുന്നുണ്ട്. സിവിൽ ഡിഫൻസ് വാളണ്ടിയേഴ്സ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, പോലീസും SOGയും ഉണ്ട്, ഫോറസ്റ്റും ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. കാരണം ഈ ദുർഘടമായ പ്രദേശങ്ങളിലേക്ക് ഫോറസ്റ്റിൻ്റെ സഹായം ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ പിന്നീടുള്ളത് വിവിധ സന്നദ്ധ സംഘടനകളാണ്. ഈ ദിവസങ്ങളിലെല്ലാം സജീവമായിരുന്ന വൈറ്റ് ഗാർഡുണ്ട്, SKSSF, SSF, SDPI, സേവാഭാരതി, യൂത്ത് കെയർ, DYFI, എല്ലാ യുവജന സംഘടനകളും കരുത്തോടെ നിൽക്കുന്ന കാഴ്ച. അത് മാത്രമാണ് ദുരന്തഭൂമിയിലെ എന്തെങ്കിലും നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുന്നുണ്ടെങ്കിൽ ആ യുവശക്തി മാത്രമാണ്. സജോ, എന്തായാലും അവിടുത്തെ തുടരുക. ജനകീയ പരിസ്ഥിതി ഇപ്പോൾ വരുന്ന വാർത്ത 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മൃതദേഹഭാഗം കൂടി കിട്ടിയെന്നുള്ളതാണ്. കാലിൻ്റെ ഭാഗമാണ് കിട്ടിയത്. 2 മൃതദേഹഭാഗങ്ങൾ പരപ്പൻപാറ പ്രദേശത്ത് നിന്ന് ഇന്ന് കണ്ടെത്തിയതാണ്. ഈ സുർജിത്ത് ഇപ്പോൾ ചേരുന്നു. സുർജിത്ത്, റിപ്പണിൽ നിന്ന് പോയ സംഘം തന്നെയാണോ ഇതും കണ്ടെത്തിയത്? അതെ ഹാഷ്മി, റിപ്പണിൽ നിന്ന് അതേ സംഘം തന്നെയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. തെരച്ചിൽ തുടരുകയാണ്. പരപ്പൻപാറ മേഖലയിൽ നേരത്തെ, അതായത് കഴിഞ്ഞ മിനിഞ്ഞാന്ന് 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ആ പ്രദേശത്ത് തന്നെയാണ് തെരച്ചിൽ വളരെ സജീവമായ രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇന്ന് രാവിലെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചത്. അതിലാണ് ഇപ്പോൾ കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുന്ന സ്ഥിതിയുള്ളത്. കാലിന്റെ ഭാഗങ്ങളാണ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെ കണ്ടെത്തിയതും ആ പ്രദേശത്താണ്. ഈ ആളുകൾ, അതായത് റിപ്പൺ സംഘമാണ്. റിപ്പണിൽ നിന്ന് പോയ 10 അംഗ സംഘം റിപ്പൺസ് ചാമ്പ്യൻസ് ക്ലബും അതോടൊപ്പം തന്നെ റിപ്പണിൽ നിന്ന് പോയ SDPIയുടെ പ്രവർത്തകരുമുണ്ട്. അവർ സംഘാംഗങ്ങൾ ഇങ്ങനെയാണ്. അവരുടെ പേരുകൾ അലി, നൌഫൽ, അതോടൊപ്പം തന്നെ സഹീർ, കബീർ, ഹിബാസ്, ഷാനവാസ്, മുബഷീർ, മൂസ, രാഹുൽ, മുഹമ്മദ്. ഇവർ ചാമ്പ്യൻസ് ക്ലബിന്റെ ഭാരവാഹികളാണ്. അതോടൊപ്പം SDPIയുടെ നാസർ, അഷറഫ്, അബൂബക്കർ, അസീസ്, യൂനസ്, അലി, ഷമീം, റഹീം, സലീം, അസീസ്, ബാവി, ഇത്രയും പേരാണ് SDPIയുടെ സംഘമുള്ളത്. ഇങ്ങനെ 10 പേരടങ്ങുന്ന സംഘം, ആ ഒരു ഗ്രൂപ്പാണ്, 20 പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ തെരച്ചിൽ സജീവമായ രീതിയിൽ തന്നെ ആ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും അപകടാവസ്ഥയിലുള്ള പ്രദേശമാണ്. അവിടുത്തെ ഒരു ഭൂപ്രദേശം എന്ന് പറയുന്നത് പൂർണ്ണമായും കാടാണ്. വലിയ രീതിയിൽ പുഴയൊഴുകുന്ന ഈ പരപ്പൻപാറ ഭാഗം എന്ന് പറയുന്നത് കാന്തൻപാറയ്ക്കും താഴെയായി വരുന്ന ചാലിയാറിലേക്ക് ഈ ചൂരൽമല പുഴ ഒഴുകുന്ന ആ പ്രദേശമാണ്. അവിടെ
നിന്നാണ് കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ അത്ര സജീവമായ രീതിയിലുള്ള തെരച്ചിൽ ഈ സേനാ വിന്യാസത്തിന്റെ ഭാഗമായി മറ്റേ ഉദ്യോഗസ്ഥ വൃന്ദത്തിനൊന്നും കഴിഞ്ഞിട്ടില്ല. ജനകീയ തെരച്ചിലാണ് പ്രധാനമായും പുരോഗമിക്കുന്നത്. അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം എത്താൻ കഴിയാത്ത ഒരു ടെറൈൻ ആയിട്ടുള്ള ഒരു മേഖലയാണ്. അവിടെ ആണ് ഇങ്ങനെ ജനകീയ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രദേശത്തെ അറിയുന്ന, വനത്തെ അറിയുന്ന ആളുകളാണ് ഈ റിപ്പണിൽ നിന്ന് പോയ സംഘം എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അവർ കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ ആ മേഖലയിൽ നടത്തുന്ന തെരച്ചിലിൽ നിന്ന് കണ്ടെടുക്കുകയാണ്. ചൂരൽമല പുഴയിലൂടെ ഒഴുകിയ മൃതദേഹങ്ങൾ പൂർണ്ണമായും അടിഞ്ഞിരിക്കുന്നത് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനും കാന്തൻപാറ വെള്ളച്ചാട്ടത്തിനും എല്ലാം തന്നെ താഴെയാണ് എന്ന് വ്യക്തമാവുന്നതിന്റെ അതിന്റെ വ്യക്തമായ ഉത്തരമാണ് ഇങ്ങനെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നത്. താഴ്ഭാഗങ്ങളിൽ നിന്നാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കൂടുതലായി കണ്ടെത്തുന്നത്. എല്ലാം തന്നെ ചിതറിയ അവസ്ഥയാണ്. ഇന്ന് കണ്ടെത്തിയത് ഇപ്പോൾ 3 കാലിന്റെ ഭാഗങ്ങളാണ്. ഹാഷ്മി, സുർജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്നിപ്പോൾ 13ാം നാളാണ്. 13ാം നാൾ കണ്ടെത്തുന്ന മൃതദേഹ ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോഴും അവിടെ തെരച്ചിൽ തുടരുന്നതിനപ്പോൾ കൃത്യമായ അർത്ഥമുണ്ട് എന്ന് തന്നെയാണ് റിപ്പണിൽ നിന്നുള്ള സംഘം പോയ തെരച്ചിൽ വ്യക്തമാകുന്നതും. എന്തായാലും പരമാവധി തിരയിൽ തുടരട്ടെ. 130 എന്ന് പറയുന്ന സർക്കാർ കണക്ക്, അതിനെ അങ്ങനെ മുഖവിലക്കെടുത്താൽ പോലും അത് വലിയ ഭീകരമായൊരു കണക്കാണ്. പരമാവധി അവസാനത്തെ ആളുടെ മൃതദേഹം വരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ആമിന പറയുകയാണ്, ഹാഷ്പ്രോ എനിക്ക് ആപ്പ് ഡൗൺലോഡ് ആക്കാൻ പറ്റുന്നില്ല. യുവർ ഡിവൈസ് ഈസ് ഇൻ കോമ്പാറ്റബിൾ വിത്ത് ദിസ് വെർഷൻ. എങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആമിന നമ്മുടെ ഈ ബ്രേക്കിൽ 8111 തുടങ്ങുന്ന നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ നമ്മുടെ ഒരു ആപ്പിൻ്റെ ബന്ധപ്പെട്ട ടെക് സപ്പോർട്ട് നൽകാൻ ആളുണ്ടാകും. അയാളെ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായി എന്താണ് സംഭവം, അത് പരിഹാരം എന്താണ് എന്നും പറഞ്ഞു തരും. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കേശവ പ്രസാദ്, മിസ്റ്റർ ഹാഷ്മി, ഞാൻ കേശവ പ്രസാദ്, ഡോക്ടർ കോങ്കോ, ആഫ്രിക്ക. 24 കണക്ട് ആപ്പ് ലിമിറ്റഡ് പീരീഡ് മാത്രമാണോ എന്ന് ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ 24 കണക്ട് എന്ന് പറയുന്ന വിശാലമായ ഒരു ബൃഹത് പദ്ധതിയാണ്. ഇതിപ്പോൾ നമ്മൾ വയനാടിന് വേണ്ടി വയനാടിന് കൈത്താങ്ങാകുക എന്നുള്ളതാണ് താൽക്കാലിക ലക്ഷ്യം. അതെല്ലാം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ടെക് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നേരത്തെ ആമിന പറഞ്ഞ പോലെ എന്തെങ്കിലും പറയുന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം. 8111991453 എന്ന നമ്പറിൽ വിളിച്ചാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും സംശയ നിവാരണം നൽകാനും ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമായ എല്ലാവിധ സാങ്കേതിക സഹായം നൽകാനുമുള്ള ടീം അവിടെ റെഡിയാണ്. നിങ്ങളുടെ കോളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ട്. മുൻ മന്ത്രി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് താനൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. 71 വയസ്സായിരുന്നു. നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ കുട്ടി അഹമ്മദ് കുട്ടി 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. ലീഗ് സംസ്ഥാന സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോർഡ് ചെയർമാൻ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ചെയർമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. 1992 ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നും 1996 2001 തിരൂരങ്ങാടിയിൽ നിന്നും നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന മുസ്ലിം ലീഗിന്റെ ബൗദ്ധിക മുഖമായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി. 1953 ജനുവരി 15 കെ സേതാലിക്കുട്ടി മാസ്റ്ററുടെ മകനായാണ് കുട്ടി അഹമ്മദ് കുട്ടിയുടെ ജനനം. ജഹനാനയാണ് ഭാര്യ. സുഹാന, സുഹാസ് അഹമ്മദ്, ഷഹബാസ് അഹമ്മദ് എന്നിവർ മക്കളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ അനുശോചിച്ചു. കുട്ടി അഹമ്മദ് കുട്ടി അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് വളരെ വലിയ മാറ്റങ്ങൾ ആ വകുപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ പാർട്ടി അംഗീകരിക്കുകയും പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു കാവലാൾ കൂടിയായിരുന്നു അദ്ദേഹം. വളരെ പരിണതപ്രജ്ഞനായിരുന്ന ഒരു നേതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും MLA എന്നുള്ള നിലയിലും ശ്രദ്ധേയമായ സേവനം നടത്തിയിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ്. വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. ഖബറടക്കം ഇന്ന് രാത്രി 8:30 താനൂരിലെ വടക്കേപ്പള്ളിയിൽ നടക്കും. 24 മലപ്പുറം. തകഴി കുന്നുമലയിൽ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചിട്ടുവെന്ന് സംശയം. സംഭവത്തിൽ 2 പേർ പൂച്ചാക്കൽ പോലീസിന്റെ അറസ്റ്റിലായി. തകഴി സ്വദേശി തോമസ് ഔസേഫ്, സഹായി അശോക് എന്നിവരാണ് പിടിയിലായത്. രക്തസ്രാവത്തെ തുടർന്ന് യുവതി ആശുപത്രിയിലെത്തിയതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടുവെന്ന് സംശയിക്കുന്ന കേസിലാണ് 2 പേരുടെ അറസ്റ്റ് ആലപ്പുഴ പൂച്ചാക്കൽ പോലീസ് രേഖപ്പെടുത്തിയത്. ഇന്നലെ രാത്രി 10:30 ഒന്നാം പ്രതി തോമസ് ഔസേപ്പ്, സഹായി അശോക് എന്നിവരെ പൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോലീസ് സംഘം പൂച്ചാക്കൽ പോലീസും അമ്പലപ്പുഴയിലെ 2 പോലീസുകാരുമായിട്ട്
പിടിയിലായിരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ താമസക്കാരനായിട്ടുള്ളൊരു പയ്യനും പിന്നെ തകഴി വിരിപ്പാലയിലുള്ളൊരു പയ്യനും. രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് പെൺകുട്ടി ആശുപത്രിയിലെത്തിയതോടെയാണ് വിവരം പുറത്തറിയുന്നത്. കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചു എന്നാണ് പെൺകുട്ടി ആദ്യം മൊഴി നൽകിയത്. മൊഴിയിലെ വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിച്ചത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ തന്റെ ആൺസുഹൃത്തിന് കൈമാറിയെന്ന് യുവതി മൊഴി നൽകി. പ്രതിയുമായി 1.5 വർഷം നീണ്ട ബന്ധമുണ്ടായിരുന്നുവെന്നും പെൺകുട്ടി മൊഴി നൽകി. അറസ്റ്റിലുള്ള പ്രതികളെ കുഞ്ഞിനെ കുഴിച്ചിട്ടുവെന്ന് സംശയിക്കുന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കുഞ്ഞിന്റെ മൃതദേഹം കിട്ടിയാൽ മാത്രമേ കേസിൽ കൂടുതൽ വ്യക്തതയുണ്ടാകൂ. കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ പ്രസവത്തിൽ മരിച്ചതാണോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തെളിവെടുപ്പിന് ശേഷം പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 24 ആലപ്പുഴ. ഒന്നുകൂടെ വയനാട്ടിലേക്ക് പോകുന്നു. മുണ്ടക്കൈ പരപ്പൻപാറ മേഖലയിൽ നിന്നാണ് ഇന്നൊരു മൃതദേഹഭാഗം കൂടി കിട്ടിയത്. കാലിന്റെ ഭാഗമാണ് കിട്ടിയത്. മൃതദേഹങ്ങൾ കിട്ടിയതിന്റെ ദൃശ്യങ്ങൾ 24. നേരത്തെ 2 ശരീരഭാഗങ്ങൾ ഇതേ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ശ്രീകുമാർ ഇവങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, റിപ്പണിൽ നിന്ന് പോയ സംഘമാണ്. അവർക്ക് കാടിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നന്നായി അറിയാവുന്ന ആളുകളാണ്. ഇന്നലെയും ഇന്നും അവർ നടത്തിയ തെരച്ചിലിൽ ഫലം കാണുന്നു എന്ന് പറഞ്ഞാൽ ഈ ശരീരങ്ങളും ഒക്കെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. സങ്കടകരമാണ്. പക്ഷേ ഇപ്പോഴവിടുത്തെ ലക്ഷ്യം അതുതന്നെയാണല്ലോ. ശ്രീജിത്ത്, ആ സംഘത്തിന്റെ തെരച്ചിൽ ഇപ്പോൾ ഏതു മേഖലയിലാണ്? മുണ്ടക്കൈ മേഖലയിൽ തന്നെയാണ്, പരപ്പൻപാറ മേഖലയിൽ തന്നെയാണ് ആ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നത്. എന്തായാലും ആ തെരച്ചിൽ തുടരുകയാണ്. അതിനിടയിലാണ് 3 ശരീരഭാഗങ്ങൾ, അത് 2 കാലുകളും ഒരു ചെറിയ കാലും എന്നാണ് ഏറ്റവും ഒടുവിൽ നൗഫൽ, ആ റെസ്ക്യൂ ടീമിലെ ഒരംഗമായ നൗഫൽ നമുക്ക് നൽകുന്ന വിവരം. നൗഫലിന്റെ വിവരം അനുസരിച്ചാണെങ്കിൽ അവിടെ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ആ മൃതദേഹഭാഗങ്ങളുടെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ എടുത്ത് ആശുപത്രിയിലേക്ക്, ഫയർഫോഴ്സിനെ ഏൽപ്പിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ നെറ്റ്വർക്ക് പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുമായി പലപ്പോഴും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ആ സംഘം ഇപ്പോഴും 2 സംഘങ്ങളായി തിരിഞ്ഞ് 2 മേഖലകളിൽ തിരച്ചിൽ നടത്തുകയാണ്. അവിടെ കൂടുതൽ ശരീരഭാഗങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 2 ശരീരഭാഗങ്ങളും ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നൊരു വിവരമാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത്. ഹാഷ്മി. ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. പരപ്പൻപാറ എന്ന് പറയുന്നത് മുണ്ടക്കൈയുടെ അകത്തെ പ്രദേശമാണ്. അങ്ങോട്ടേക്ക് എത്തിപ്പെടൽ തന്നെ പ്രയാസമാണ്. അവിടെയാണിപ്പോൾ ഈ സംഘം പോയി പരിശോധന നടത്തുന്നത്. മണ്ണിടിച്ചിലുണ്ടായ കർണാടകയിലെ ഷിരൂരിൽ തിരച്ചിൽ ചൊവ്വാഴ്ച പുനരാരംഭിച്ചേക്കും. കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ തിരച്ചിൽ വൈകിപ്പിക്കരുതെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ദൗത്യം വീണ്ടും തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നാളെ ഉണ്ടാകുമെന്ന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അറിയിച്ചു. 3 ദിവസമായി മഴ മാറി നിൽക്കുന്ന ഷിരൂരിൽ തിരച്ചിലിന് അനുകൂലമായ സാഹചര്യമുണ്ട്. ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്ക് 4 നോട്ട്സായി കുറഞ്ഞിരുന്നു. 2 ദിവസത്തിന് ശേഷം തെരച്ചിൽ പുനരാരംഭിക്കുമെന്നായിരുന്നു വെള്ളിയാഴ്ച കർണാടക സർക്കാർ അറിയിച്ചത്. എന്നാൽ നാളെ കാർവാറിൽ ചേരുന്ന പ്രത്യേക യോഗത്തിലായിരിക്കും ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാവുക. പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ തിരച്ചിൽ ഇനിയും വൈകിപ്പിക്കരുതെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടു. നാളെ ഉന്നതതല യോഗം കൂടിച്ചേരുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പൊ അതിനുശേഷമായിരിക്കും ഈ തിരച്ചിൽ എങ്ങനെ തുടരണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ാണ് മനസ്സിലാക്കുന്നത്. അതെ, നാളെയോ മറ്റന്നാളോ, നാളെ കൂടിക്കഴിഞ്ഞാൽ യോഗം കൂടിക്കഴിഞ്ഞാൽ മറ്റന്നാളാകുമ്പോഴേക്കും തുടങ്ങും എന്നുള്ളൊരു വിശ്വാസമാണുള്ളത്. തിരച്ചിലിന് പ്രാദേശിക മുങ്ങൽ വിദഗ്ധർക്കൊപ്പം നേവിയുടെ ഒരു സംഘത്തെ കൂടി എത്തിക്കാനാണ് നീക്കം. അതേസമയം പുഴയിലെ മണ്ണ് നീക്കം ചെയ്യാൻ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ അത് തിരച്ചിലിന് വീണ്ടും പ്രതിസന്ധിയാകും. 24 ഷിരൂർ. ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, കർണാടകയിലെ ഡാം ഷട്ടർ. ഉണ്ണികൃഷ്ണൻ, കർണാടകത്തിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഷട്ടറുകൾ തകർന്ന് 35,000 ക്യൂബിക് ജലം പുറത്തേക്ക് ഒഴുകി. ജാഗ്രതാ നിർദ്ദേശം. എന്താണ് ആശ്വ വാർത്ത കൊടുക്കാത്ത? നമ്മൾ വാർത്ത കൊടുക്കുന്നതാണ്. മുല്ലപ്പെരിയാർ പേടിയാകുന്നുണ്ട് കേട്ടോ എന്ന് നമ്മൾ വാർത്ത കൊടുക്കുന്നതാണെങ്കിലും ഗേറ്റുകളൊന്ന് തകർന്നു. കർണാടകയിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റുകളിലൊന്ന്. അപകട ഭീഷണി ഒഴിവാക്കുന്നതിനായി ഡാമിന്റെ 33 ഗേറ്റുകളും തുറന്നു. 4 ജില്ലകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം. അർദ്ധരാത്രിയോടെയാണ് ഡാമിന്റെ 19ാമത്തെ ഗേറ്റിനെ ബന്ധിപ്പിച്ച ചങ്ങലകൾ പൊട്ടി വീണത്. ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിന് മുമ്പ് തന്നെ വൻതോതിൽ വെള്ളം ഒഴുകിപ്പോയി. വെള്ളത്തിന്റെ സമ്മർദ്ദം കൂടുതൽ ശക്തമായി. അപകട ഭീഷണി ഒഴിവാക്കുന്നതിനായി അവശേഷിക്കുന്ന 32 ഗേറ്റുകളും തുറന്നു. നിലവിൽ 1 ലക്ഷം ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. റായ്ചൂർ, വിജയനഗര, ബെല്ലാരി, കൊപ്പൽ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ജനവാസ മേഖലകളിൽ വെള്ളം കയറിയിട്ടില്ല. എന്നാൽ ഡാമിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ 60 TMC വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയണം. ഇതിന് 4 ദിവസം വേണമെന്നാണ് കണക്കുകൂട്ടൽ. അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് വിദഗ്ധരെ എത്തിച്ചു. 1953 കമ്മീഷൻ ചെയ്ത ഡാം മുല്ലപ്പെരിയാറിന് പുറമെ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച
പ്രധാന അണക്കെട്ടുകളിൽ ഒന്നുകൂടിയാണ്. 24 ബംഗളൂരു. അതുകൊണ്ട് തന്നെ ആ വാർത്തയെ മുല്ലപ്പെരിയാറുമായി കണക്ട് ചെയ്ത് തന്നെയാണ് പ്രേക്ഷകരിൽ പലരും എന്നാൽ ഒരുപാട് പേർ ആ രീതിയിൽ തന്നെ വായിക്കുന്നു. അത്തരത്തിൽ വലിയ ആശങ്കകളുണ്ട്. ഇപ്പോൾ ഭരണാധികാരികൾ അത് സേഫാണ് എന്നത് ആശ്വദീപ് ഹാഷ്മി പ്ലീസ് ടോക്ക് അബൌട്ട് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ആശങ്കയും ഒരുപാട് പ്രചരണങ്ങളൊക്കെ ആ വിഷയത്തിലുണ്ട്. അത് കൃത്യമായി എന്ന് പറഞ്ഞാൽ ഒരു ഡാം പൊട്ടുമോ എന്ന പേടി അല്ലെങ്കിൽ പ്രാണഭയം എന്നൊക്കെ ഒന്നും ചെറിയ കാര്യമല്ല. അതിനെ വേണ്ട രീതിയിൽ അധികാരികൾ അഡ്രസ്സ് ചെയ്യണം എന്നതാണ് നമ്മുടെ അഭ്യർത്ഥന. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലികളി ഒഴിവാക്കിയ തൃശൂർ കോർപ്പറേഷൻ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പുലികളി സംഘങ്ങളുടെ സംയുക്ത യോഗം. ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതിനാൽ പുലികളി ഉപേക്ഷിച്ചാൽ സംഘങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്തണമെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നുമാണ് ആ യോഗത്തിന്റെ ആവശ്യം. ഓണാഘോഷത്തോടനുബന്ധിച്ച് നാലോണ നാളിൽ നഗരത്തിൽ നടത്തുന്ന പുലിക്കളി ആഘോഷത്തിന്റെ പ്രവർത്തനങ്ങൾ പാതി വഴിയിലാണിപ്പോൾ. സംഘാടക സമിതി രൂപീകരിച്ചു, രജിസ്ട്രേഷൻ പൂർത്തിയാക്കി, പല സമിതികളും ഫ്ലെക്സുകളും നോട്ടീസും ഇറക്കി. എന്നാൽ കൂടിയാലോചനകളില്ലാതെ പുലിക്കളി വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നുവെന്നാണ് പുലിക്കളി സംഘങ്ങളുടെ സംയുക്ത യോഗത്തിന്റെ വിമർശനം. പുലിക്കളി നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംഘാടക സമിതിയുടെ നിലപാട് ചോദിക്കുകയോ യോഗം വിളിക്കുകയോ ചെയ്തിട്ടില്ല. സർക്കാർ ഉത്തരവിന്റെ പേരിലാണ് പുലിക്കളി അടക്കം ഉപേക്ഷിച്ചത്. സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്തുകയോ പുലിക്കളി ഉപേക്ഷിച്ചത് പുനഃപരിശോധിക്കുകയോ വേണമെന്നും യോഗം കോർപ്പറേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. മുന്നൊരുക്കങ്ങൾ നടത്തിയത് മൂലം മുഴുവൻ സംഘങ്ങളും വൻ സാമ്പത്തിക ബാധ്യതയിലാണ്. ഈ സാഹചര്യത്തിൽ അഭിപ്രായം അറിയിക്കുന്നതിന് യോഗം വിളിക്കണമെന്നും സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. 24 തൃശൂർ. ഹിൻഡൻബർഗിന്റെ ആരോപണം തള്ളി അദാനി ഗ്രൂപ്പും സെബി ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചും രംഗത്ത്. ആരോപണങ്ങളിൽ നേരത്തെ അന്വേഷണം നടത്തി അടിസ്ഥാനമില്ലെന്ന് ബോധ്യപ്പെട്ടതാണെന്ന് അദാനി ഗ്രൂപ്പ്. ഹിൻഡൻബർഗ് സ്വഭാവഹത്യ നടത്തുകയാണെന്ന് മാധവി പുരി ബുച്ച് വിമർശിച്ചു. ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട അദാനി ഗ്രൂപ്പ് കൃത്രിമത്വം കാട്ടിയെന്ന 2023 ജനുവരി 24 നടത്തിയ വെളിപ്പെടുത്തലിന്റെ തുടർച്ചയായാണ് പുതിയ റിപ്പോർട്ട് ഹിൻഡൻബർഗ് പുറത്തുവിട്ടത്. സെബി ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചിനും ഭർത്താവിനും അദാനി ഗ്രൂപ്പിലേക്ക് പണമെത്തിയ ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടായിരുന്നുവെന്നും അദാനിക്കെതിരായ അന്വേഷണം സെബി മന്ദഗതിയിലാക്കിയതിന് പിന്നിൽ ഈ ബന്ധമാണെന്നും പുതിയ റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. ഹിൻഡൻബർഗിന്റെ പുതിയ ആരോപണങ്ങൾ വസ്തുതകളോട് നിരക്കാത്തതും കൃത്രിമവുമാണെന്നും സമഗ്രമായ അന്വേഷണം നടത്തി അടിസ്ഥാനരഹിതമെന്ന് തെളിയിക്കപ്പെട്ട ആരോപണങ്ങൾ ആവർത്തിക്കുകയാണെന്നും അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചു. തന്റെ എല്ലാ നിക്ഷേപങ്ങളും സെബിയെ അറിയിച്ചതാണെന്നും ഏത് ഏജൻസിക്കും രേഖകൾ നൽകാൻ തയ്യാറാണെന്നും മാധബി പുരി ബുച്ച് പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം സെബിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തു വന്നു. സെബിയുടെ വിരുദ്ധ താൽപര്യങ്ങൾ ഇല്ലാതാക്കാൻ സർക്കാർ ഉടൻ നടപടിയെടുക്കണമെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ JPC രൂപീകരിക്കണമെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആവശ്യപ്പെട്ടു. ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷിക്കാൻ ED തയ്യാറാകുമോ എന്ന് മഹുവ മൊയ്ത്ര പ്രതികരിച്ചു. 24 ഡൽഹി. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേർത്തുപിടിച്ച് ഓമനിച്ച ചൂരൽമലയിലെ 3 വയസ്സുകാരി നൈസ ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരമാണ്. വാപ്പയും സഹോദരിമാരും അടക്കം കുടുംബത്തിൽ 5 പേരെയാണ് നൈസയ്ക്ക് നഷ്ടമായത്. വേദനകളൊന്നും അറിയാതെ വയനാട് മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ വാർഡിൽ പരിക്കേറ്റ ഉമ്മയ്ക്കൊപ്പം കളിച്ചിരികളുമായി നൈസ എല്ലാവരുടെയും ഹൃദയം കവരുകയാണ്. വയനാടെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽമല കണ്ടു. ദൂരെ പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടി മനുഷ്യജീവനും സ്വത്തും അപഹരിച്ച വലിയ പാറക്കൂട്ടങ്ങൾ കണ്ടു. ദുരന്തത്തിന്റെ കണ്ണീരോർമ്മയായി പകുതി തകർന്ന വെള്ളാർമല ഹൈസ്കൂൾ കണ്ടു. പരുക്കേറ്റവരെ കാണാൻ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെത്തിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ പൊന്നുമോളുടെ മുൻപിൽ ഒരു മുത്തച്ഛനെ പോലെയായി. അല്പനേരം നൈസയുടെ കളിചിരികൾക്ക് ഒപ്പം നിന്നു. നമസ്തേ എന്ന് പറഞ്ഞു. നമസ്തേ പറ. നമസ്തേ ഈ പറയപ്പോ അപ്പനോട് പറഞ്ഞു. അവര് അവിടെ നടന്ന സംഭവമൊക്കെ ചോദിച്ചു, അത് വിശദീകരിച്ചു. എന്താ സംഭവിച്ചത്, എങ്ങനെയാണ് മോളെയും കൊണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ രക്ഷപ്പെട്ടത് ഒക്കെ ചോദിച്ചു. വെള്ളാർമല സ്കൂൾ റോഡിലെ വീട്ടിലുണ്ടായിരുന്ന 7 പേരിൽ ഇന്ന് അവശേഷിക്കുന്നത് നൈസയും ഉമ്മ ജമീലയും മാത്രം. ഉരുൾപൊട്ടിയതിന്റെ ബാക്കി പത്രമായി അച്ഛൻ ഷാജഹാനും 2 മൂത്ത സഹോദരിമാരും ഷാജഹാന്റെ അച്ഛനമ്മമാരും ഓർമ്മകളിലേക്ക് മറഞ്ഞു. ഉമ്മ ജമീലയും നൈസയും മാത്രം ബാക്കിയായി.
തിരിച്ച് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞെന്നല്ലാതെ എന്നതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ 4 പേരെടുത്താണ് അധികം സംസാരിച്ചത്. ഏറെയും സമയം ഇവിടെ തന്നെയായിരുന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ച് മോളായിട്ടൊക്കെ വാപ്പിയും അനിയത്തിയാളൊക്കെ പോയി അറിഞ്ഞിട്ടൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. വന്നതും തന്നെ ഓമനിച്ചതും പ്രധാനമന്ത്രിയാണോ എന്നൊന്നും ഈ കൊച്ചുമിടുക്കിക്കറിയില്ല. നഷ്ടപ്പെടലുകളുടെ വേദനകൾ ഒന്നും അറിയാത്ത പ്രായത്തിൽ അവൾ വീണ്ടും കളിച്ചിരികളിലേക്ക് മടങ്ങുകയാണ്. വി എസ് മനീഷിനും രാജേഷ് നെയ്യാറിനുമൊപ്പം ശ്രീകുമാരൻ, ടീം 24 വയനാട്. മുൻ വിദേശകാര്യമന്ത്രി കെ നട്വർ സിംഗ് അന്തരിച്ചു. 93 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഗുരുഗ്രാമിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1-ാം UPA സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്നു. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ നിന്ന് വിരമിച്ച് രാഷ്ട്രീയത്തിലിറങ്ങിയ നട്വർ സിംഗ് 1-ാം UPA സർക്കാരിൽ 2004-2005 കാലത്ത് വിദേശകാര്യമന്ത്രിയായി. ഇന്ത്യ പാക് ബന്ധം നിർണായകമായ 1980-82 കാലത്ത് പാകിസ്ഥാനിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി പ്രവർത്തിച്ചു. നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ ശോഭിച്ച നട്വർ സിംഗിന് പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശോഭിക്കാനായില്ല. നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് 2008 കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച നട്വർ സിംഗ് പാർട്ടിയുടെ രൂക്ഷ വിമർശകനായി. 1931 രാജസ്ഥാനിൽ ജനിച്ച നട്വർ സിംഗ് നെഹ്റു കുടുംബവുമായുള്ള അടുത്ത ബന്ധത്തെ തുടർന്നാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. 1984 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. ലെഗസി ഓഫ് നെഹ്റു, എ മെമ്മോറിയൽ ട്രിബ്യൂട്ട്, വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ് തുടങ്ങി നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. നട്വർ സിംഗിന്റെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവർ അനുശോചിച്ചു. റിസർച്ച് ഡെസ്ക് 24. ഇനി ഒളിമ്പിക്സ് വിശേഷങ്ങൾ. പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ അയോഗ്യയാക്കിയ തീരുമാനത്തിനെതിരെ ഇന്ത്യയുടെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ ചൊവ്വാഴ്ച വിധി പറയും. അധിക രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ വിനേഷിനും എതിർകക്ഷിയായ അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷനും ഇന്ന് രാത്രി 9:30 വരെ കായിക തർക്കപരിഹാര കോടതി സമയം നൽകിയിട്ടുണ്ട്. പ്രിലിമിനറി റൗണ്ടിൽ മത്സരിക്കുമ്പോൾ നിയമാവലി അനുസരിച്ചുള്ള ഭാരം മാത്രമാണ് തനിക്ക് ഉണ്ടായിരുന്നതെന്നും അതിനാൽ വെള്ളി മെഡൽ നൽകണം എന്നുമാണ് വിനേഷിന്റെ ആവശ്യം. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. തൃശൂർ മലക്കപ്പാറ അരേക്കാപ്പ് ഊരിലെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ നടപടി. 4 കിലോമീറ്റർ കാൽനടയായി മാത്രം എത്താവുന്ന ഊരിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നേരിട്ടെത്തി പുനരധിവാസ പദ്ധതി അറിയിച്ചു. താമസ സ്ഥലത്തിനൊപ്പം കൃഷിഭൂമിയും ഓരോ കുടുംബങ്ങൾക്ക് ലഭ്യമാക്കും. 24 ഇംപാക്ട്. മലക്കപ്പാറയിൽ നിന്ന് 5 കിലോമീറ്റർ സഞ്ചരിക്കണം അരേക്കാപ്പ് കോളനിയിലേക്ക്. കാഴ്ചയിൽ കല്ലും മുള്ളും, കാണാമറയത്ത് ഏതു നിമിഷവും മുന്നിൽ ചാടി വീഴാവുന്ന വന്യജീവികൾ. രോഗികൾ ഉൾപ്പെടെ 4 കിലോമീറ്ററിലധികം ദൂരം തണ്ടിൽ ചുമന്നുകൊണ്ടുവരേണ്ട ദുരവസ്ഥ പുറം ലോകത്തെത്തിച്ചത് 24 ആയിരുന്നു. മണ്ണിടിച്ചിൽ ഭീതിയിൽ കഴിയുന്ന അരേക്കപ്പ് കോളനിയിലെ 28 കുടുംബങ്ങളുടെ കണ്ണുനീർ ഇവരും മനുഷ്യരാണ് പരമ്പരയിലൂടെ 24 പുറത്തെത്തിച്ചു. വിഷയത്തിൽ അടിയന്തര ഇടപെടലുണ്ടാകുമെന്ന് സർക്കാർ അറിയിച്ചതിനു പിന്നാലെയാണ് ജില്ലാ കളക്ടർ തന്നെ നേരിട്ടെത്തി പുനരധിവാസ പ്രവർത്തനം പ്രദേശവാസികളെ അറിയിച്ചത്. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശത്ത് 28 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കാനാണ് തീരുമാനം. 20 കുടുംബങ്ങൾ താമസിക്കാൻ സന്നദ്ധത അറിയിച്ചു. ഇവർക്ക് മലക്കപ്പാറയിൽ തന്നെ താമസ സൗകര്യവും കൃഷിഭൂമി ഒരുക്കാനുമാണ് നീക്കം. ഭൂമി ഇവർ തന്നെ കണ്ടെത്തിയാൽ ഏറ്റെടുത്തു നൽകാൻ സർക്കാർ സന്നദ്ധമാണെന്ന് കളക്ടർ ഉറപ്പു നൽകി. പുനരധിവാസ പ്രവർത്തനം വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കം. 24 തൃശൂർ. രാകേഷ് ഇമ്രോഷ് ചോദിക്കുന്ന ആഷ്മി, നമ്മൾ അയക്കുന്ന ഫണ്ടുകൾ ജനങ്ങൾക്ക് എന്തിനുപയോഗിച്ചു എന്നുള്ള വിവരം അറിയാൻ പറ്റുമോ? ഞങ്ങൾ വിദേശത്തുള്ള കുട്ടികളെല്ലാവരും ഒരു തുക പിരിച്ചയച്ചു. എങ്ങനെയാണത് അറിയാൻ വഴി 24 വഴി പറ്റുമോ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ CMDRF-ലേക്കാണെങ്കിൽ CMDRF അതിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ അത് എന്തിനുപയോഗിച്ചു എന്ന ഡീറ്റെയിൽസ് അതിലുണ്ട്. 24 ആപ്പിലാണെങ്കിലും അത് 100% സുതാര്യമാണ്. എങ്ങനെ, ഏത് പണം എങ്ങോട്ടൊക്കെ പോയി എന്ന കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ട് മാത്രമേ 24 ആപ്പ് വഴി എത്തുന്ന സംഭാവനകൾ വയനാട്ടിലേക്ക് എത്തൂ. അക്കാര്യം ഉറപ്പാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവുകയാണ്. ഇനിയും പ്രേക്ഷകരിലേക്ക്, പൊതുജനത്തിലേക്ക് നേരിട്ടിറങ്ങുന്ന വാർത്താ പങ്ക്തിയാണ് 24 റൈഡിംഗ് റിപ്പോർട്ടർ പ്രജിൻസി കണ്ണൻ ചേരും.